ഞാനിവിടെ പറയുന്നത് ഒരു കഥയല്ല, എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവം. ഇത് കേട്ട് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ ചിരി വരും. എന്നിരുന്നാലും പണ്ട് മദ്രസയിൽ പോകുന്ന ആ കാലത്ത്, ഇപ്പോൾ ഓരോ കുട്ടികളും മദ്രസയിൽ പോകുന്നത്, കുട്ടികളുടെ ഓരോ വാക്കുകളും ഓരോന്നും ഇങ്ങനെ ഇപ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾക്ക് ഇപ്പോഴും ഒന്നിൻ്റെ ഒരു കുറവ്. കാരണം ഇല്ലാത്തവനെ അവഗണിക്കുന്നൊരു സ്വഭാവം ഇന്നുമുണ്ട്, അന്നുമുണ്ട്. കാരണം ആദ്യം ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു കാലം, ഒന്നുമില്ലായിരുന്നു. ചെറിയ വീട്, ഉമ്മക്ക് ഒരുപാട് ഉമ്മക്ക് ചെറിയ ചെറിയ മക്കൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ മദ്രസയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അവഗണനയൊക്കെ അനുഭവപ്പെട്ടവരാണ്. കാരണം ഞാനും എൻ്റെ ഏട്ടത്തി, എൻ്റെ അനിയത്തി, ഞങ്ങളിങ്ങനെ മദ്രസൊന്നും അവഗണന. പിന്നാണെങ്കിൽ ചെറിയ ചെറിയ മക്കൾ ഇങ്ങനെ ഇതായതുകൊണ്ട് ഉമ്മക്കാണെങ്കിൽ 7 മക്കളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ പോറ്റി ഇതാക്കാനൊന്നും ആവില്ല. അപ്പോൾ വേഗം മദ്രസയിലേക്ക് പറഞ്ഞേക്കാനൊക്കെ ഉമ്മക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. അങ്ങനത്തെ ഒരുപാട് കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം മദ്രസയിൽ പോകുമ്പോൾ മദ്രസ എന്നാണെങ്കിൽ ക്ലാസ്സൊന്നും അവഗണന. അങ്ങനത്തെ ഒരുപാട് കുട്ടികളടുത്തൊന്നും, പൈസ ഇല്ലാത്തടത്തൊന്നും ഒക്കെ ഓരോരോ അവഗണന. പിന്നെ എൻ്റെ ഏടത്തിയാണെങ്കിൽ ഒരു പാവം, ഒന്നും ആരെന്ത് പറഞ്ഞാലും ഇതാക്കിയാലും ഒന്നും പറയുകയില്ല. തല്ലുകയാണെങ്കിൽ പുറം കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ ഏടത്തിക്ക്. എൻ്റെ അനിയത്തിയാണെങ്കിൽ പഞ്ചപാവം. പക്ഷേ അതിലൊക്കെ കുറച്ച് വെളുള്ളത് എനിക്കായിരുന്നു. അപ്പോൾ എന്നെ അങ്ങനെ ക്ലാസ്സൊന്നും അങ്ങനെ അങ്ങോട്ട് ആരും അവഗണിക്കുന്നില്ല. കാരണം എന്നെ പേടിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും, നല്ലോണം പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ കുറച്ചെല്ലാവർക്കും പേടിയിട്ട്, അതുകൊണ്ട് എന്നെ ആരും അങ്ങനെ അങ്ങോട്ട് പറയൂല. പക്ഷേ എൻ്റെ അനിയത്തിനെയും ഏട്ടത്തിനെയും ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം മദ്രസയിൽ നടന്നൊരു സംഭവമാണ്. എൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, അവളെ ക്ലാസ്സിൽ നിന്ന് അവളെ എന്തോ പെണ്ണേറ്റോ ഓളോന്ന് പോയി എന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞു കൊടുത്തെന്തോ. ഓള് പറഞ്ഞത് ഓളെ പെണ്ണൊന്നും ഓള് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ഏടത്തി അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാലത്താണ്. അവൾ പറയുന്നത് ഒന്നും അവൾ എടുത്തിട്ടില്ല, കുട്ടീൻ്റെ ഒന്നും ചെയ്തില്ല. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ ഏടത്തിൻ്റെ തലയിലേക്കാണ് ഇട്ടുക. അതപ്പോൾ ആരോ ഒന്നും എടുത്ത് അത് എൻ്റെ ഏടത്തിൻ്റെ തലയിലേക്ക് ഇട്ട്. അങ്ങനെ ഈ കുട്ടി, അവളെ കൂട്ടുകാരി ഷെമി എന്നാണ് ഞാൻ ആ കുട്ടിക്ക് പേരിടുന്നത്. അവൾ ഇങ്ങനെ ഈ എൻ്റെ ഏടത്തിനെ എങ്ങനെ ശല്യം ചെയ്യുക, പെണ്ണ് വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞു. പാവ അവളേലുള്ള പെണ്ണ് കൊടുത്തതൊന്നുമല്ല, അവളെ പെണ്ണ് പൊട്ടിച്ചു എന്നും പറഞ്ഞാണ് ആരോ പറഞ്ഞു കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയായാലും ആരോ എന്തെടുത്താലും കുറ്റം അവൾക്ക് തന്നെയായിരുന്നു. പാവങ്ങളല്ലേ. അപ്പോൾ മിണ്ടേയില്ല, പറയില്ല. അതുകൊണ്ട് ഒരു ഇതുമില്ല. അതുകൊണ്ട് പാവങ്ങളങ്ങോട്ട് ഇതാക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മദ്രസ ഇട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഈ കുട്ടി ഞങ്ങളെ കൂടെ വരിക. പൈസ കൊണ്ടാന്ന് പറഞ്ഞു. എങ്ങനെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കൊക്കെ മദ്രസയിൽ പോകുമ്പോൾ എന്തെങ്കിലും പൈസ മിഠായി വാങ്ങാൻ കിട്ടുമോ, എന്തെങ്കിലും ഒക്കെ തെരിയതാക്കി ചെയ്യണം. അത് ഇവർക്ക് അതും 2 രൂപയാണ് ചോദിക്കുക. 1.5 രൂപ 2 രൂപ പെണ്ണ് വേണമെന്നും പറഞ്ഞാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി, ഈ ഷെമി എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങളെ കൂടെ വരിക. അങ്ങനെ മദ്രസ് വിട്ടപ്പോൾ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നാലോ ഉമ്മ എങ്ങാനും അറിഞ്ഞാൽ ഉമ്മ ആണെങ്കിൽ നല്ലോണം അടി കൊടുക്കും. ഞങ്ങൾക്ക് നല്ലോണം അടി തരും. എന്തെങ്കിലും കുട്ടികളോ ആരെങ്കിലും പരാതിയായിട്ട് ഇങ്ങനെ വരികയാക്കി ചെയ്താലും ഉമ്മ വേഗം നമ്മളെ തല്ലും. കാരണം ഒരാളോടും വാങ്ങരുത്, ഒരാളെ ഉപദ്രവിക്കാതെ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആരും ഒന്നും പറയരുത് എന്ന് പറയുന്ന ഉമ്മ, ഈ കുട്ടി പരാതിയായിട്ട് വന്നാൽ അപ്പോൾ ഉമ്മനോട് അടി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്, ഉമ്മനോട് അടി കിട്ടല്ലോ എന്നുള്ള പേടി. എൻ്റെ അടുത്തേക്കും അനിയത്തിയൊക്കെയും എനിക്കൊക്കെ പേടിയുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വരിക. ഈ കുട്ടിയും പിന്നാലെ ഇങ്ങനെ പെണ്ണും ചോദിച്ചിങ്ങനെ വരിക. പിന്നാലെ പെണ്ണ് വാങ്ങിക്കൊണ്ടാ. അങ്ങനെയാണ് വന്ന് ഞങ്ങൾ എടൻ്റെ അടുത്ത് എത്താനേക്കുന്നത്. ഞങ്ങൾ ഒരു ഇടവഴിക്കൂടാണ് പോവുക. അപ്പോൾ ഈ എടൻ്റെ അടുത്ത് എത്താനായപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ വരിക. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്തെന്നറിയാം, ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ്, നീ നമ്മൾ ഈ ഇടൻ്റെ ഇങ്ങോട്ടേക്ക് കടന്നു പോയാൽ അടിച്ച് ഞാൻ എൻ്റെ കാല് പൊട്ടിക്കുമെന്നാണ്, ഇനി വന്ന് നോക്കുമെന്നാണ്, എനിക്ക് കാണാമെന്നാണ്. ഞാൻ അവളെന്ത് ചെയ്ത് പോടുന്നാണ്, ഞാൻ ഉന്തി എന്തോ ചെയ്തിട്ടുണ്ടാവും, ഞാനെന്തോ ചെയ്യും നല്ലോണം. അപ്പോൾ ഞാൻ ചെയ്ത് ഇങ്ങോട്ട്, എന്നെക്കാളും വലിയ കുട്ടിയാണ്. ഞാൻ പറഞ്ഞ് പിന്നാലെങ്ങാൻ വന്നാൽ കാല് ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു മൂപ്പ് നല്ലോണം പറയും. അങ്ങനെ ഇതങ്ങ് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു പേടി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഈ കുട്ടി കടക്കുന്നില്ല അങ്ങോട്ട്. പിന്നെ ആ കുട്ടി വരുന്നേ ഇല്ല. അവന് എനിക്ക് തരണം. ഞാൻ പറഞ്ഞു പൈസ തരികയില്ല, ഒന്നും തരികയില്ല, ഇന്നും തരില്ല, പോയിക്കോ ഇവിടുന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലേക്കങ്ങ് വന്ന അടി ഇന്നോട് കിട്ടുമെന്നാണ് ഞാൻ. അപ്പോൾ ഈ കുട്ടി പിന്നെ എന്ത് ചെയ്ത് തിരിച്ചങ്ങ് പോവുകയും ചെയ്ത്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങളിങ്ങനെ മദ്രസ പോയപ്പോൾ
ഈ കുട്ടികളെല്ലാവരും കുറേ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് എന്നോടിങ്ങനെ ഒന്നും അറിയാം പിന്നെ ഈ ഷെമീന്ന് പറഞ്ഞ കുട്ടി ഓളെങ്ങനെ ടച്ച് എന്ന് പറയുന്നിട്ട് നിങ്ങളൊക്കെ ടച്ച് എന്ന് പറയുന്നിട്ട് എന്നാണ് ആര് അവളെങ്ങനെ ടച്ച് അവളെ ക്ലാസ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഓടിപ്പോയി അവളുടെ അടുത്തേക്ക് ഷെമി പോലെ ക്ലാസ്സിലേക്ക്. അവനാണ് നിന്നെ ആരെയും തച്ചതെന്ന് ചോദിച്ചു. ഞാൻ നിന്നെ ആരാ തച്ചത് അവന്. അന്നേരം എന്നോട് പറയാം ആൾ, ഏയ് നീ എന്നെ ഒന്നും ചെയ്തില്ല. എന്നോട് പറയാം നീ എന്നെ ഒന്നും ചെയ്തില്ല, എന്നെ ചെയ്തത് നിൻ്റെ ഏട്ടത്തിയും അനിയത്തിയുമാണ്, നീ എന്നെ ഒന്നും ചെയ്തില്ല എന്നോട് പറയാം. അപ്പോൾ ഇത് കേട്ട് ഞാനിങ്ങനെ അമ്പരന്ന് നോക്കി, ഞാനപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലേ, ഞാനാണല്ലോ അവളെ ചെയ്തത്, എൻ്റെ ഏട്ടത്തിയും അനിയത്തിയും ഒന്നും അവരെ ചെയ്തില്ല, അവർ